പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ പോരാട്ടത്തിന്റെ അരികിൽ എത്തി നിൽക്കുമ്പോൾ മേഖലയിലെ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങളെയാകെ തകിടം മറിക്കുന്ന പ്രസ്താവനകളും മുന്നറിയിപ്പുകളുമാണ് ടെഹ്റാനിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണങ്ങൾ മാത്രം നടത്തിയിരുന്ന ഇറാൻ ഇനി കുവൈറ്റിലേക്ക് നേരിട്ട് കരസേനാ നീക്കം നടത്താനും US സൈനികരെ ബന്ദികളാക്കാനും പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതാണ്ട് 5 മാസം പിന്നിടുന്ന US ഇറാൻ സംഘർഷം ഗൾഫ് നാടുകളിലേക്ക് കൂടുതൽ ശക്തമായി വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനകൾ പുറത്തുവരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെയാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിലെ തൊഴിൽ രംഗത്തും നിർമ്മാണ സേവന മേഖലകളിലും സജീവമായി നിലകൊള്ളുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന് ഈ യുദ്ധഭീഷണി വലിയൊരു മാനസിക സാമ്പത്തിക ആഘാതമായി മാറുകയാണ്. കുവൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ അമേരിക്കൻ സൈനിക താവളങ്ങളായ ക്യാമ്പ് ബ്യൂറിംഗ്, ക്യാമ്പ് ആരിഫ് ജാൻ, അലി അൽ സേലം എയർബേസ് എന്നിവയ്ക്ക് നേരെ ഇതിനോടകം തന്നെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേവലം വ്യോമാക്രമണങ്ങൾക്കപ്പുറം ഇവയ്ക്ക് നേരെ ഒരു കരസേന അധിനിവേശം നടത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇറാനിൽ സജീവമാണെന്നാണ് പ്രമുഖ ഇറാനിയൻ രാഷ്ട്രീയ നിരീക്ഷകനായ മെഹ്ദി ഖനാലിസാദെയുടെയും മുൻ വിദേശകാര്യമന്ത്രിയും നിലവിലെ പാർലമെന്റ് അംഗവുമായ മനോജ് ചെഹൻ മേത്താക്കിയുടെയും വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത്. 100ഓളം അമേരിക്കൻ സൈനികരെ തടവുകാരായി പിടിച്ച് ഇറാന്റെ മണ്ണിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള അടിയന്തര നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് അവർ നൽകുന്ന സൂചന. തങ്ങൾക്ക് നേരെ US നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അടിയന്തര തിരിച്ചടി എന്നോണം അടുത്ത ഘട്ട പോരാട്ടത്തിലേക്ക് കടക്കുമെന്നാണ് ഇവരുടെ താക്കീത്. അമേരിക്കൻ ആക്രമണങ്ങൾ തുടർന്നാൽ ഗൾഫ് മേഖലയിലെ മറ്റ് തലസ്ഥാന നഗരങ്ങളും സുരക്ഷിതമായിരിക്കില്ലെന്ന കടുത്ത മുന്നറിയിപ്പും ഇറാനിയൻ പ്രതിനിധികൾ നൽകുന്നുണ്ട്. ടെഹ്റാൻ അല്ല, മറിച്ച് ദോഹ, മനാമ, അബുദാബി, കുവൈറ്റ് സിറ്റി തുടങ്ങിയ നഗരങ്ങളാണ് ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരികയെന്നതാണ് ഖനാലിസാദെ ഓർമ്മിപ്പിക്കുന്നത്. ഇറാന്റെ മണ്ണിലേക്ക് അമേരിക്കൻ സഹായത്തോടെ ഏതെങ്കിലും രാജ്യം അധിനിവേശത്തിന് തുനിഞ്ഞാൽ ആ രാജ്യത്തെയും ശത്രുപക്ഷത്തായി കണക്കാക്കി നേരിടുമെന്നാണ് ഇറാൻ ഗ്രൗണ്ട് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ ഔദ്യോഗിക സൈനിക ഉത്തരവുകളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇറാന്റെ നയതന്ത്ര ചർച്ചകളിൽ ഇത്തരമൊരു ഭീഷണി രൂപീകരിക്കപ്പെടുന്നത് പശ്ചിമേഷ്യയെ ഒന്നാകെ യുദ്ധഭീതിയുടെ മുനമ്പിലാക്കിയിരിക്കുകയാണ്. ഈ യുദ്ധാന്തരീക്ഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സൈനിക തർക്കം എന്നതിലുപരി പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെയാണ് ഏറ്റവും കഠിനമായി ബാധിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലായി 10 ലക്ഷത്തിലധികം മലയാളികളാണ് ഉപജീവനത്തിനായി കഴിയുന്നത്. ഇതിൽ കുവൈറ്റിൽ മാത്രം 3 ലക്ഷത്തോളം മലയാളി കുടുംബങ്ങളും തൊഴിലാളികളും വസിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലകളിലും പ്രധാന നഗരങ്ങളിലുമാണ് ഇവരിൽ ഭൂരിഭാഗവും ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും. വ്യോമാക്രമണങ്ങളുടെയോ കരസേനാ നീക്കങ്ങളുടെയോ ഫലമായി പ്രദേശത്തുണ്ടാകുന്ന സുരക്ഷാ ഭീഷണികൾ പ്രവാസി മലയാളികളുടെ ജീവനും സ്വത്തിനും നേരിട്ടുള്ള ആശങ്കയായി മാറുകയാണ്. തൊഴിൽ രംഗത്തെ കടുത്ത അനിശ്ചിതത്വമാണ് പ്രവാസികൾ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി. സംഘർഷം ശക്തിപ്പെടുന്നതോടെ വ്യോമയാനം, വിനോദസഞ്ചാരം, ചില്ലറ വ്യാപാരം, IT, നിർമ്മാണ മേഖലകൾ എന്നിവ മന്ദഗതിയിലേക്ക് നീങ്ങുകയാണ്. പ്രധാനപ്പെട്ട പല കമ്പനികളും പുതിയ നിയമനങ്ങൾ നിർത്തിവെക്കുകയും നിലവിലുള്ള ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായിട്ടുണ്ട്. യുദ്ധഭീതിയെ തുടർന്ന് പല വിദേശ കമ്പനികളും പുതിയ നിക്ഷേപങ്ങൾ നീട്ടിവെക്കുന്നത് പ്രവാസികളുടെ ജോലി സുരക്ഷിതത്വത്തെ സാരമായി ബാധിക്കുകയാണ്. ജോലി നഷ്ടപ്പെടുകയോ ശമ്പളം കൃത്യമായി ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നതോടെ നാട്ടിലേക്ക് പണമയക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പ്രവാസികൾ തള്ളപ്പെടുകയാണ്. ഇതിനു പുറമെ ഗതാഗത മേഖലയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ പ്രവാസികളുടെ യാത്രാ സ്വപ്നങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരുന്നതും വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നതും പതിവായി മാറുകയാണ്. ഇത് അവധിക്ക് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കും നാട്ടിൽ നിന്ന് തൊഴിലിടങ്ങളിലേക്ക് തിരികെ മടങ്ങേണ്ടവർക്കും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. വിമാന ചാർജ് വർധനവും സർവീസുകളുടെ അനിശ്ചിതത്വവും പ്രവാസി കുടുംബങ്ങളെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. വായ്പകളും ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളും തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരുന്നതോടെ പലരുടെയും കുടുംബ ബജറ്റുകൾ താളം തെറ്റുന്ന അവസ്ഥയിലാണ്. പ്രവാസ ലോകത്തുണ്ടാകുന്ന ഏതൊരു ചലനവും കേരളത്തിന്റെ സാമ്പത്തിക ഭൂമികയിൽ ശക്തമായ ആഘാതങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഗൾഫിൽ നിന്നുള്ള പ്രവാസി പണത്തെ വലിയൊരളവോളം ആശ്രയിച്ചു കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. യുദ്ധഭീഷണിയെ തുടർന്ന് പ്രവാസികളുടെ വരുമാനത്തിൽ ഇടിവ് സംഭവിക്കുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്നത് കേരളത്തിലെ 10,000-കണക്കിന് കുടുംബങ്ങളെയാണ്. ദൈനംദിന ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വയോധികരായ മാതാപിതാക്കളുടെ ചികിത്സ എന്നിവയെല്ലാം തടസ്സപ്പെടാൻ ഇത് കാരണമാകുന്നു. മാത്രമല്ല, യുദ്ധം രൂക്ഷമായാൽ പ്രവാസികൾക്ക് വൻതോതിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നാൽ അത് സംസ്ഥാനത്ത് വലിയൊരു പുനരധിവാസ പ്രതിസന്ധിക്കും തൊഴിലില്ലായ്മയ്ക്കും വഴിവെക്കുകയും ചെയ്യും. ഇത്തരം സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നയതന്ത്രപരമായ ഇടപെടലുകളാണ് ഏക പരിഹാര മാർഗം. സൈനിക ഭീഷണികൾ നിലനിൽക്കുമ്പോഴും പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങളും അന്താരാഷ്ട്ര സമൂഹവും ചർച്ചകളിലൂടെ വഴി തേടേണ്ടതുണ്ട്. ചരിത്രത്തിലുടനീളം വൻ പ്രതിസന്ധികളെ അതിജീവിച്ച പാരമ്പര്യമാണ് ഗൾഫ് മലയാളി സമൂഹത്തിനുള്ളത്. 1990കളിലെ ഗൾഫ് യുദ്ധകാലത്തും തുടർന്നുണ്ടായ സാമ്പത്തിക മാന്ദ്യങ്ങളുടെ സമയത്തും പ്രവാസികൾ കാണിച്ച അതിജീവന ശേഷി അപാരമാണ്.
എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസികളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കൃത്യമായ അടിയന്തര സഹായ സംവിധാനങ്ങളും കരുതലും പ്രവാസികൾക്ക് വളരെ അത്യാവശ്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറാതിരിക്കട്ടെ എന്നാണ് ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികളും പ്രവാസി സമൂഹവും ആഗ്രഹിക്കുന്നത്. സൈനിക താവളങ്ങളെയും വാഗ്വാദങ്ങളെയും കേന്ദ്രീകരിച്ച് രൂപപ്പെടുന്ന ഈ യുദ്ധമേഘങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകേണ്ടത് പ്രദേശത്തെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും പ്രത്യാശയ്ക്കും വളരെ അത്യാവശ്യമാണ്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിലൂടെ മാത്രമേ ഗൾഫ് നാടുകളുടെ സമൃദ്ധിയും പ്രവാസികളുടെ സുരക്ഷിതമായ ഭാവിയും ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.